റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 3ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ് നോക്കുന്നത്. ഇവിടെ 1ാമത്തെ ആക്ടിവിറ്റി നുസ്വരിഫു എന്നാണ്, സർഫാക്കാനാണ്. 6 ഫീലുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 3 മാളി മൻഫി, ഈ 3 മാളി മൻഫി, ഈ 3 മുലാരി മൻഫി. ഇതൊക്കെയാണ് സർഫാക്കേണ്ടത്. അതിൽ 1ാമത്തേത് ഏതാ? മാ കദബ എന്നാണ്. മാ കദബ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. മാളിയായ ഫീലാണെങ്കിൽ അതിനെ മൻഫിയാക്കാൻ ഒരു മാ ചേർത്ത് കൊടുത്താൽ മതി. മുലാരി ആണെങ്കിൽ ലാ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ സർഫാക്കുന്ന രൂപമൊക്കെ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് അത് സർഫാക്കാം. സ്ക്രീനിൽ ഇതാ കൊടുത്തിട്ടുണ്ട്. മാ കദബ, മാ കദബ, മാ കദബു, മാ കദബത്ത്, മാ കദബത്ത, മാ കദബന, മാ കദബത്ത, മാ കദബത്തുമാ, മാ കദബത്തും, മാ കദബത്തി, മാ കദബത്തുമാ, മാ കദബത്തുന്ന, മാ കദബത്തു, മാ കദബന. 2ാമത്തേത് മാ കാല എന്നാണ്. നമ്മൾ 5ാം ക്ലാസ്സിൽ കാല സർഫാക്കി പഠിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ കൂടെ മാ എന്നാണ് ചേർത്ത് കൊടുത്താൽ മതി. മാ കാല, മാ കാല, മാ കാലു, മാ കാലത്ത്, മാ കാലത്ത, മാ കുൽന, മാ കുൽത്ത, മാ കുൽത്തുമാ, മാ കുൽത്തും, മാ കുൽത്തി, മാ കുൽത്തുമാ, മാ കുൽത്തുന്ന, മാ കുൽത്തു, മാ കുൽന. ഇനി 3ാമത്തേത് മാ ജാ ആണ്. ജാ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ മാ ചേർത്ത് കൊടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് സർഫാക്കാം. മാ ജാ അ, മാ ജാ ആ, മാ ജാ ഉ, മാ ജാ അത്ത്, മാ ജാ അത്ത, മാ ജി ഇന, മാ ജിഅ്ത, മാ ജിഅ്തുമാ, മാ ജിഅ്തും, മാ ജിഅ്തി, മാ ജിഅ്തുമാ, മാ ജിഅ്തുന്ന, മാ ജിഅ്തു, മാ ജിഅ്ന. ഇനി മുലാരി ആവുമ്പോൾ ലാ യക്ദിബു ആണ്. മാ കദബൻ്റെ നേരതാണ് ലാ യക്ദിബു. നേരെ മുലാരി മൻഫിയാണ്. ലാ യക്ദിബു, ലാ യക്ദിബാനി, ലാ യക്ദിബൂന, ലാ തക്ദിബു, ലാ തക്ദിബാനി, ലാ യക്ദിബിന, ലാ തക്ദിബു, ലാ തക്ദിബാനി, ലാ തക്ദിബൂന, ലാ തക്ദിബീന, ലാ തക്ദിബാനി, ലാ തക്ദിബിന, ലാ അക്ദിബു, ലാ നക്ദിബു. ഇനി ലാ യക്കൂലു. യക്കൂലു നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുലാരി അതേപോലെ ലാ ചേർന്നിട്ട് മൻഫിയായി. ലാ യക്കൂലു, ലാ യക്കൂലാനി, ലാ യക്കൂലൂന, ലാ തക്കൂലു, ലാ തക്കൂലാനി, ലാ യക്കുൽന, ലാ തക്കൂലു, ലാ തക്കൂലാനി, ലാ തക്കൂലൂന, ലാ തക്കൂലീന, ലാ തക്കൂലാനി, ലാ തക്കുൽന, ലാ അക്കൂലു, ലാ നക്കൂലു. പിന്നെ മാ ജാ എൻ്റെ നേരെ മുലാരി മൻഫി ലാ യജീഉ. ജാ യജീഉ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ കൂടെ ലാ ചേർത്ത് കൊടുത്താൽ മതി. ലാ യജീഉ, ലാ യജീആനി, ലാ യജീഊന, ലാ തജീഉ, ലാ തജീആനി, ലാ യജിഅ്ന, ലാ തജീഉ, ലാ തജീആനി, ലാ തജീഊന, ലാ തജീഇന, ലാ തജീആനി, ലാ തജീഇന, ലാ അജീഉ, ലാ നജീഉ. അതിങ്ങനെയൊക്കെ സർഫാക്കാം. ഇനി അടുത്തൊരു ആക്ടിവിറ്റി നൂസിലു ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ്. ഇവിടെ അലിഫ് എന്ന് കൊടുത്തിട്ട് ലാ യദ്ഹബു, മാ ഖറ, മാ ലൈബത്തു, ലാ യജ്ലിസാനി, മാ അക്കൽത്തുമ എന്നൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് ബാ എന്ന് കൊടുത്തിട്ട് യാ ബിൻതാനി, അൽ ഹൽവയാത്തി, അനീസത്തു ഫി വക്തി ദർസി, അൽ വാലിദത്തു ഇലൽ മദീന, അത്വാലിബ് അൽ ജരീദ അമാമൽ ഉസ്താദി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോട് യോജിക്കുന്നത് നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം. ഒന്നെന്താണ്? ലാ യദ്ഹബു എന്നാണ്. ലാ യദ്ഹബു. ഒന്ന് ലാ യദ്ഹബു എന്നാണ് അർത്ഥം. പോവുകയില്ല എന്നാണല്ലോ. അവൻ പോവുകയില്ല. ഇനി ഇവിടെ യോജിക്കുന്നത് ഏതാണ്? ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്താ? അൽ വാലിദത്തു ഇലൽ മദീനത്തി. അപ്പോൾ മദീനത്തി പറഞ്ഞ പട്ടണം, മദീനയിലേക്ക് അല്ലെങ്കിൽ പട്ടണത്തിലേക്ക് വാലിദ് പറഞ്ഞ പിതാവ് ലാ യദ്ഹബു പോവുകയില്ല. അപ്പോൾ ലാ യദ്ഹബുൽ വാലിദു ഇലൽ മദീനത്തി, പിതാവ് പട്ടണത്തിലേക്ക് പോവുകയില്ല എന്നർത്ഥം പറയാം. ഇനി 2ാമത്തേത് എന്താ? മാ ഖറ. മാ ഖറ എന്ന് പറഞ്ഞാൽ എന്താണ്? വായിച്ചില്ല എന്നാണ്. ഇവിടെ മറ്റേ മാളി മുലാരി മാറുന്ന ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ലാ യദ്ഹബു ആദ്യം പറഞ്ഞത് മുലാരി മൻഫിയാണ്. മാ ഖറ നമ്മൾ പറയുന്നത് എന്താണ്? മാളി മൻഫിയാണ്. മാ ഖറ വായിച്ചിട്ടില്ല. ഇനി അതിനോട് യോജിക്കുന്നത് ഏതാണ്? നമുക്ക് ഇത് ശ്രദ്ധിച്ചാൽ മതി. എന്ത്? ഖറ മുദക്കറാണല്ലോ. അപ്പോൾ അതിനോട് മുദക്കറിനെ യോജിപ്പിക്കണം എന്നുള്ള ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താ? നമ്മുടെ ത്വാലിബു. മാ ഖറ ത്വാലിബു അൽ ജരീദ. ജരീദ പറഞ്ഞ പത്രം, ത്വാലിബ് പറഞ്ഞ വിദ്യാർത്ഥി, മാ ഖറ പറഞ്ഞാൽ
വായിച്ചില്ല എന്നർത്ഥം പറയും. അപ്പോൾ മാ ഖറഅ ത്വാലിബു അൽ ജരീദ, വിദ്യാർത്ഥി പത്രം വായിച്ചില്ല എന്ന് അർത്ഥം പറയാം. അപ്പോൾ നമുക്കിത് രണ്ടാമത്തേതായി കൊടുക്കാം. ഇനി 3 നോക്കൂ. മാ ലഇബത്ത്, കളിച്ചിട്ടില്ല എന്നാവൂലേ. മാ ലഇബ, ലൈബാറിന കളിച്ചു, മാ ലഇബത്ത് കളിച്ചിട്ടില്ല. ഇതിൽ ഏതിനോടാണ് യോജിക്കുക? അതൊന്ന് ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഇത് ലാസ്റ്റ് താവ് വന്നുകൊണ്ട് ഇത് മുഅന്നസാണ്. അപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കും. ഇങ്ങനെ നോക്കിയാൽ ഇവിടെ നോക്കൂ, ഇത് നോക്കൂ. അനീസത്തു ഫി വക്തി ദർസി, അനീസ പഠന സമയം, വക്ത് പറഞ്ഞ സമയം, അപ്പോൾ ദർസ് പറഞ്ഞ പഠനം. അപ്പോൾ പഠന സമയം അനീസ, മാ ലഇബത്ത് എന്നുള്ളത് അങ്ങോട്ട് ചേർക്കുക. മാ ലഇബത്ത് അനീസത്തു ഫി വക്തി ദർസി, പഠന സമയം അനീസ കളിച്ചിട്ടില്ല എന്നർത്ഥം പറയാം. അപ്പോൾ അതാണ് 3. ഇനി 4. ലാ യജ്ലിസാനി, മുളാരിയായി, മുളാരി മൻഫിയായി. പിന്നെ ഇവിടെ ലാസ്റ്റ് അലിഫും നൂനും ചേർന്നുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്താണ് അത്? മുസന്നിം കൂടി ആയിട്ടുണ്ട്. ലാ യജ്ലിസാനി, അവർ 2 പേരും ഇരിക്കുകയില്ല എന്നാണ് അർത്ഥം പറയാം. ഇനി അതിനോട് യോജിക്കുന്ന ഏതാ നോക്കൂ. ഇതാണ് ചേർത്ത് കൊടുത്താൽ മതി. അമാമൽ ഉസ്താദി, അമാമ പറഞ്ഞാൽ മുമ്പ്, മുമ്പിൽ. അപ്പോൾ ഉസ്താദിൻ്റെ മുമ്പിൽ ലാ യജ്ലിസാനി, അവർ 2 പേരും ഇരിക്കുകയില്ല. ലാ യജ്ലിസാനി അമാമൽ ഉസ്താദി, ഉസ്താദിൻ്റെ മുമ്പിൽ അവർ 2 പേരും ഇരിക്കുകയില്ല എന്നാക്കാലോ. അപ്പോൾ ഇതാണ് 4. ഇവിടെ മുസന്ന ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി പിന്നെ അതേപോലെ മുദക്കറാണോ മുഅന്നസാണോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി 5. മാ അക്കൽത്തുമാ, അക്കല അതിങ്ങനെ സർഫാക്കി വരുമ്പോൾ അക്കൽത്തുമാ വരുമല്ലോ. നിങ്ങൾ 2 പേരും തിന്നു എന്നാണ്. മാ എന്നും കൂടി കൂടുമ്പോൾ നിങ്ങൾ 2 പേരും തിന്നിട്ടില്ല. ഇനി ഇത് അക്കല, അക്കല, അക്കലു, അക്കലത്ത്, അക്കലത്ത, അക്കൽന, അക്കൽത്ത, അക്കൽത്തുമാ, അക്കൽത്തും, അക്കൽത്തി, അക്കൽത്തുമാ, അക്കൽത്തുന്ന. അപ്പോൾ അത് മുഅന്നസും കൂടിയാണ്. ഒരു സ്ത്രീ, 2 സ്ത്രീകളോടാണ് പറയണത് നിങ്ങൾ 2 പേരും തിന്നിട്ടില്ല. അപ്പോൾ അതിനോട് യോജിക്കുന്നത് ഇതാ ഫസ്റ്റത്തേതാണ്. എന്താണ്? യാ ബിൻതാനി, മാ അക്കൽത്തുമാ, നിങ്ങൾ 2 പേരും തിന്നിട്ടില്ല. യാ ബിൻതാനി, ഓ 2 പെൺകുട്ടികളെ. എന്ത്? അൽ ഹൽവയാത്ത്, നിങ്ങൾ 2 പേരും മിഠായി തിന്നിട്ടില്ല, അല്ലെങ്കിൽ മധുരം തിന്നിട്ടില്ല എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ് 5. ഇനി അടുത്ത ആക്ടിവിറ്റി, നക്തുബുൽ മുളാരിയ ലിലഫാലിൽ മാലിയത്തിൽ ആത്തിയ, ശേഷം വരുന്ന മാലിയായ ഫീലുകളുടെ മുളാരിയ എഴുതാനാണ്. മൻഫി ആയിരിക്കും, അപ്പോൾ അത് മൻഫിയാക്കി തന്നെ എഴുതണം. മാ ദഖൽതു, ഞാൻ പ്രവേശിച്ചില്ല, ഞാൻ പ്രവേശിച്ചിട്ടില്ല എന്നാണ് അർത്ഥം വരിക. അപ്പം ഇനി ഞാൻ പ്രവേശിക്കുകയില്ല എന്നുള്ള അർത്ഥം വരണം. ഈ ദഖൽത്തു എന്ന് പറഞ്ഞാൽ ദഖല അങ്ങനെ സർഫാക്കി അവസാനം മുഫ്രദ് മുത്തക്കല്ലിമാണ് ദഖൽത്തു. ദഖൽന എന്നൊക്കെ പറയില്ല, ജമ്മു മുത്തക്കല്ലിമ, അതിൽ മുഫ്രദ് മുത്തക്കല്ലിമാണ്. അത് യദ്ഖുലു സർഫാക്കി വരുമ്പോൾ അങ്ങനെ അവസാനം മുഫ്രദ് മുത്തക്കല്ലിമ് അദ്ഖുലു എന്നാണ് വരിക. അദ്ഖുലു. അപ്പോൾ എങ്ങനെ വരിക? മുളാരിയാവുമ്പോൾ മാ നല്ലല്ല കൂട്ടേണ്ടത്. മാ ദുഖുലു എന്ന് എഴുതിയേക്കാൻ പാടില്ല. എന്താണ് എഴുതേണ്ടത്? ലാ അദ്ഖുലു, ലാ അദ്ഖുലു എന്നാവും. ഇനി മാ റഅയ്ന എന്നാവുമ്പോൾ എന്താ വരിക? റഅയ്ന എന്നുള്ളത് റഅ എന്ന് സർഫാക്കിയ മാലിങ്ങനെ സർഫാക്കി വരുമ്പോൾ അതിൻ്റെ ജംഅ മുത്തക്കല്ലിമാണ്. റഅയ്തു മുഫ്രദ് മുത്തക്കല്ലിമ്, റഅയ്ന ജംഅ മുത്തക്കല്ലിമ്, ലാസ്റ്റത്തെ, ഏറ്റവും ലാസ്റ്റത്തെ. അപ്പോൾ റഅ എന്നുള്ളത് യറ ഇങ്ങനെ സർഫാക്കി അതിൻ്റെ മുളാരി സർഫാക്കി ഇങ്ങനെ വരുമ്പോൾ എന്താ വരിക? നറ എന്നാ വരിക. അറ, നറ. അപ്പോൾ മാ റഅയ്ന എന്നുള്ളത് ലാ നറ എന്നാ വരിക. ലാ നറ. മാ റഅയ്ന എന്നുള്ളത് ലാ നറ, ഞങ്ങൾ കാണുകയില്ല. മാ റഅയ്ന പറഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ലാ നറ എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാണുകയില്ല എന്നർത്ഥം പറയാം. ഇനി മാ കാനത്ത് എന്നാണ്. കാന, കാന, കാനു, കാനത്ത്. അപ്പോൾ അത് മാ കാനത്ത് എന്നാണ് വരിക. അപ്പോൾ കാന എന്നുള്ളത് യക്കൂനു സർഫാക്കിയാൽ മതി. യക്കൂനു, യക്കൂനാനി, യക്കൂനൂന, തക്കൂനു എന്നല്ല വരിക. അപ്പോൾ എന്ത് വരും? മാ കാനത്ത് ലാ തക്കൂനു എന്നാവും.
ലാ തക്കൂനാണ്. അപ്പോൾ അതിൻ്റെ മുതാരിയായിട്ട് വരിക. ഇനി മാ കദബ്തുമാ എന്നാണ്. കദബ ഇങ്ങനെ സർഫാക്കി വരുമ്പോൾ കദബ, കദബ, കദബു, കദബത്ത്, കദബത്ത, കദബിന, പിന്നെ കദബത്ത, കദബ്തുമാ. അത് മൻഫിയാകുമ്പോൾ മാ കദബ്തുമാ എന്ന് വരും. അപ്പോൾ അത് കദബ യക്ദിബു ആണല്ലോ മുതാരി. അപ്പോൾ ഇങ്ങനെ സർഫാക്കി നോക്കി അങ്ങനെ വരിക. യക്ദിബു യക്ദിബാനി യക്ദിബൂന, തക്ദിബു തക്ദിബാനി യക്ദിബിന, തക്ദിബു തക്ദിബാനി എന്നല്ല വരിക. അപ്പോൾ മാ കദബ്തുമാ എന്നുള്ളതിന് ലാ തക്ദിബാനി എന്നാക്കണം. ലാ തക്ദിബാനി. ഇനി മാ ദാമ. മാ ദാമ എന്നുള്ളത്, ദാമ എന്നുള്ളത് മുതാരിയായ മാദിയായ ഫീലാണ്. അതിൻ്റെ ഫസ്റ്റത്തേതാണ് ദാമ. മാ ദാമ വരുമ്പോൾ എന്താവും? ഫസ്റ്റത്തെ തന്നെ മറ്റേ ദാമ അങ്ങോട്ട് മുതാരിയാക്കി എഴുതിയാൽ മതി. യദൂമു. പിന്നെ മുതാരി ആയതുകൊണ്ട് മൻഫിൻ്റെ അടയാളം ലാ എന്ന് ചേർക്കുക. അപ്പോൾ ലാ യദൂമു എന്നായി. മാ ദാമ എന്നുള്ളത് ലാ യദൂമു. ഇനി മാ അലിംന. അലിമ അലിമ അലിമു, അലിമത്ത് അലിമത്ത, അലിംന മുഅന്നസാണ്. അപ്പോൾ അലിമ എന്നുള്ളത് യഅലമു എന്നാണല്ലോ. അപ്പോൾ ഇങ്ങനെ വരിക യഅലമു യഅലമാനി യഅലമൂന തഅലമു തഅലമാനി യഅലംന എന്നല്ല വരിക. അപ്പോൾ അതെങ്ങനെ വരും? ലാ യഅലംന എന്നാണ് വരിക. ലാ യഅലംന. ഇനി മാ കത്തബു. കത്തബ കത്തബ കത്തബു ജംഉ മുദക്കറാണ്. അപ്പോൾ അതിൻ്റെ കത്തബ എന്നുള്ളത് യക്തുബു യക്തുബാനി യക്തുബൂന എന്നാണ് വരിക. അപ്പോൾ എങ്ങനെ വരും? ലാ യക്തുബൂന എന്നാവും. ലാ യക്തുബൂന, ലാ യക്തുബൂന. ഇനി മാ ഫഹിംത. ഫഹിമ ഫഹിമ ഫഹിമു, ഫഹിമത്ത് അല്ല, ഫഹിമത്ത് ഫഹിമത്ത, ഫഹിംന കഴിഞ്ഞിട്ട് ഫഹിംത. അപ്പോൾ അത് യഫ്ഹമു എന്നാണ് മുതാരി വരിക. യഫ്ഹമു യഫ്ഹമാനി യഫ്ഹമൂന, തഫ്ഹമു തഫ്ഹമാനി യഫ്ഹംന, തഫ്ഹമു എന്നാണ് വരിക. അപ്പോൾ ഇവിടെ ലാ തഫ്ഹമു, ലാ തഫ്ഹമു എന്നാവും. ലാ തഫ്ഹമു. ഇനി മാ മരിൽത്തുന്ന. മരിള മരിള മരിളു, മരിളത്ത് മരിളത്ത, മരിൽന, മരിൽത്ത മരിൽത്തുമ, മരിൽത്തും മരിൽത്തി മരിൽത്തുമാ, മരിൽത്തുന്ന ജംഉ മുഅന്നസാണ്. അപ്പോൾ മരിൽത്തുന്ന. ഇനി അതിൻ്റെ ഇങ്ങനെ സർഫാക്കി വരുമ്പോൾ എന്താ വരിക? പിന്നെ മരിള യംരിളു. അങ്ങനെ സർഫാക്കി വരുമ്പോൾ യംരിളു യംരിളാനി യംരിളൂന, തംരിളു തംരില തംരിളാനി യംരിൽന, തംരിളു തംരിളാനി തംരിളൂന, തംരിളീന തംരിളാനി തംരിൽന എന്നല്ല വരിക. അപ്പോൾ ലാ തംരിൽന എന്നാവും. ലാ തംരിൽന. അപ്പോൾ ഇതിങ്ങനെയൊക്കെ മുതാരി മൻഫിയാക്കി നമുക്ക് എഴുതാം. ഇത് നോക്കുമ്പോൾ ഇങ്ങനെ മാലി തന്നിട്ട് അതിൻ്റെ നേരെ മുതാരി മൻഫിയാക്കാൻ വേണ്ടി തരുമ്പോൾ മാലി സർഫാക്കിങ്ങാണ്ട് അത് ഏത് സ്ഥാനത്താണ് വരുന്നത് എന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ മുതാരി സർഫാക്കി ആ സ്ഥാനത്ത് കൊണ്ട് എത്തിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ ലാ എന്നുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെയും തിരിച്ച് മുതാരി തന്നിട്ട് മാലി ആക്കാനൊക്കെ തരാം. അപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.